ദുരിതാശ്വാസ നിധിയുടെ ദുർവിനിയോഗം സംബന്ധിച്ച ഒരു കേസ് ലോകായുക്തയിലുണ്ടായിരുന്നു. ലോകായുക്തയിൽ മുഖ്യമന്ത്രിക്കെതിരെ വിധി വരുമെന്നും മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെടുമെന്നും ശ്രീ പിണറായി വിജയന് ബോധ്യപ്പെട്ടപ്പോൾ ലോകായുക്തയുടെ നിയമം ഓർഡിനൻസിലൂടെ ഭേദഗതി ചെയ്തു. മുഖ്യമന്ത്രിക്ക് അനുകൂലമായ ഒരു വിധി ഉണ്ടാകാൻ കഴിഞ്ഞു. ലോകായുക്തയുടെ അധികാരം മുഴുവൻ വെട്ടിക്കുറച്ചു. അതിന് സമാനമായി മുഖ്യമന്ത്രി കൂടി ഇൻവോൾവായി വരുന്ന, മുഖ്യമന്ത്രിയുടെ കുടുംബം ഇൻവോൾവായി വരുമെന്ന് പരക്കെ ആക്ഷേപമുള്ള ഡിജിറ്റൽ സർവകലാശാല ഇടപാടുകളാണ് ഇന്ന് ഡിജിറ്റൽ സർവകലാശാലയിൽ പുതിയ ഒരു ഓർഡിനൻസ് കൊണ്ടുവരുന്നതിന് സർക്കാരിനെ പ്രേരിപ്പിച്ചത്. പ്രഥമ ദൃഷ്ട്യാ തന്നെ 1500 കോടി രൂപ ഇവിടെ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ വിശദമായ ഒരു റിപ്പോർട്ട് ഡോക്ടർ സിസ തോമസ് ഗവർണർക്ക് നൽകി. ഗവർണർ ഇത് CAGയുടെ പരിശോധനയ്ക്ക് തീരുമാനിച്ചിരിക്കുകയാണ്. ഓഡിറ്റ് നിയമപരമായിട്ട് വേണമെന്ന് ആക്റ്റിൽ ഉൾക്കൊള്ളിക്കാത്ത ഒരു സ്ഥാപനമുണ്ടെങ്കിൽ അത് ഡിജിറ്റൽ സർവകലാശാല മാത്രമാണ്. അപ്പോൾ അവിടെ നടക്കുന്ന ക്രമക്കേടുകൾ പുറത്തു വന്നാൽ അത് മുഖ്യമന്ത്രിയെ ബാധിക്കുമോ എന്നുള്ള ആശങ്കയാണ് തിരക്കിട്ട് ഇങ്ങനൊരു ഓർഡിനൻസ് കൊണ്ടുവരാൻ കാരണമായത്. ആ ഓർഡിനൻസിലൂടെ പ്രത്യേകിച്ച് പറയുന്നത് ഗവർണർക്ക് സെർച്ച് കമ്മിറ്റി ഉണ്ടാക്കാനുള്ള അധികാരം എടുത്തു കളയുന്നു. ഗവൺമെൻറ്റിന് അനുകൂലമായി വരുന്ന 4 പേര് പ്രതിനിധികളായിട്ട് വരികയും UGCയുടെ ഒരു പ്രതിനിധി മാത്രം അവശേഷിക്കുകയും സെർച്ച് കമ്മിറ്റി 5 പേരുടേതാവുമ്പോൾ അതിൻ്റെ മെജോറിറ്റി എടുക്കുന്ന തീരുമാനം അനുസരിച്ചുള്ള പാനലായിരിക്കും ഗവർണർക്ക് കൊടുക്കുകയും ചെയ്യുമ്പോൾ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്ന ആളിനെ വൈസ് ചാൻസലറായിട്ട് നിയമിക്കാൻ കഴിയും.